പാകിസ്ഥാന്റെ ഭീകരാക്രമണം എപ്പോഴൊക്കെ ഇന്ത്യയിൽ നടക്കുന്നു അപ്പോഴൊക്കെ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ അതിന് തിരിച്ചടി നൽകുന്നതാണ് പുതിയ ഇന്ത്യയുടെ ഒരു നയവും നിലപാടുമൊക്കെ. ഇതിനെ ആദ്യം മുതൽ തന്നെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ വളരെക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്തു എന്ന് ജനം ചോദിക്കുമ്പോൾ ഒന്നും പറയുവാനില്ല. പ്രത്യേകിച്ച് 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ എന്ത് നടപടി നിങ്ങൾ എടുത്തു എന്ന ചോദ്യത്തിനും ഉത്തരമുണ്ടായിരുന്നില്ല. ഒടുവിൽ പി ചിദംബരം ഒരു കുറ്റസമ്മതവുമായി രംഗത്തെത്തി. അതാകട്ടെ വലിയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു. പി ചിദംബരം പറഞ്ഞ 2008 മുംബൈയിൽ നടന്ന ആ ഒരു ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ആലോചനകൾ നടത്തിയിരുന്നു. പക്ഷെ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി അത് പിൻവലിക്കേണ്ടി വന്നു എന്നാണ്. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. UPA സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത് സോണിയാഗാന്ധിയാണ്. ഇവിടേക്ക് US സ്റ്റേറ്റ് സെക്രട്ടറി കൊണ്ടോലിസ റൈസിൻ്റെ ഒരു പ്രസ്താവന എത്തി. അവർ പറഞ്ഞത് ദയവായി പ്രതികരിക്കരുത് എന്നാണെന്ന് പി ചിദംബരം പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആ തിരിച്ചടി ഉപേക്ഷിച്ചതെന്ന് ഇപ്പോൾ പി ചിദംബരം പറയുകയാണ്. ഇത് രാജ്യത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതായത് അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കുകയും അവർക്ക് പാദസേവയും ചെയ്യുന്ന കോൺഗ്രസിൽ നിന്നും വിഭിന്നമാണ് BJP. ആരോടും ആലോചിക്കുക പോലും വേണ്ട. ആക്രമണം നടന്നാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഏതായാലും കോൺഗ്രസ് നേതാവിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പി ചിദംബരത്തിൻ്റെ കുറ്റസമ്മതം വലിയ ചർച്ചയായി മാറുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.